ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഡിഗ്രി മെയിൻ കോഴ്സായിട്ട് മലയാളം എടുത്ത വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ വ്യാകരണത്തിലെ സന്ധി കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ സന്ധി എന്ന് പറയുന്നത്, ഈ സന്ധി എന്ന പദത്തിനർത്ഥം എന്ന് പറഞ്ഞാൽ ചേർച്ച എന്നാണ്. ഇപ്പം നമ്മൾക്ക് ആവശ്യം പോലെ നമ്മളെ സൗകര്യപൂർവ്വം നമ്മൾ പദങ്ങൾ ചേർത്ത് ഉപയോഗിക്കുന്ന സമയത്ത് അവയിൽ വരുന്ന മാറ്റങ്ങളെയാണ് സന്ധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ സന്ധി വിഭജനം എന്ന് പറയുന്നത് എത്ര വിധത്തിലുണ്ട്? 3 വിധത്തിലുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് സന്ധി ചേരുന്ന വർണ്ണങ്ങളുടെ സ്ഥാനഭേദമനുസരിച്ചുള്ള വിഭജനം. രണ്ടാമത്തേത് സന്ധി ചേരുന്ന വർണ്ണങ്ങളിലെ സ്വരവ്യഞ്ജന ഭേദമനുസരിച്ചുള്ള വിഭജനം. മൂന്നാമത്തേത് സന്ധി ചേരുന്ന വർണ്ണങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത് എന്താണ്? സന്ധി ചേരുന്ന വർണ്ണങ്ങളുടെ സ്ഥാനഭേദമനുസരിച്ചുള്ള വിഭജനം. ഒന്നാമത്തേത് അതായത് ഇവ എത്ര വിധത്തിലുണ്ട്? ഇവ 3 വിധത്തിൽ തിരിച്ചിട്ടുണ്ട്, 3ആയി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് പദമധ്യസന്ധി, പദാന്തസന്ധി, ഉഭയസന്ധി. പദമധ്യസന്ധി എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രകൃതിയും പ്രത്യയവും സന്ധി ചേരുന്നതാണ് പദമധ്യസന്ധി. അതായത് പ്രകൃതി എന്നാൽ നമുക്ക് നേരിട്ട് കേൾക്കുമ്പോൾ തന്നെ അർത്ഥം തരുന്ന പദങ്ങളെയാണ് നമ്മൾ പ്രകൃതി പദങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മരം എന്ന വാക്കെടുക്കുക. മരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം തരുന്നു, അവ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ പ്രത്യയം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമില്ല, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവർക്ക് അർത്ഥമില്ല. എന്നാൽ പ്രകൃതി പദങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് അർത്ഥം വരുന്നു. അങ്ങനെയുള്ള പദങ്ങളെയാണ് നമ്മൾ പ്രത്യയം എന്ന് പറയുന്നത്. പ്രത്യയത്തിന് ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൾ എന്ന് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവയ്ക്ക് ഒരു അർത്ഥവും വരുന്നില്ല. എന്നാൽ ഒരു കുട്ടി എന്നതിന് അപ്പുറത്ത് ഗൾ ചേർക്കുകയാണ് കുട്ടികൾ എന്ന അർത്ഥം വരുന്നു. അങ്ങനെയുള്ള പദങ്ങളെയാണ് നമ്മൾ പ്രത്യയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയും പ്രത്യയവും ചേരുന്നതാണ് പദമധ്യസന്ധി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഉദാഹരണം നോക്കാം. വല പ്ലസ് ഇൽ, വലയിൽ. അവിടെ കണ്ടോ? വല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അർത്ഥം തരുന്ന, നമുക്ക് മീൻ വല അങ്ങനെ ഒരു അർത്ഥം തരുന്ന ഒരു പദമാണ്. അതിൽ നമ്മൾ ഇൽ എന്ന പ്രത്യയം നമ്മൾ ചേർക്കുകയാണ്. ഇൽ എന്ന വല പ്ലസ് ഇൽ എന്ന പ്രത്യയം ചേർത്തു. പ്രകൃതി പദത്തിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്തു? പ്രത്യയം ചേർത്തു. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പദമധ്യസന്ധി എന്ന് പറയുന്നത്. അതായത് എന്താണ്? നമ്മൾ വല പ്ലസ് ഇൽ, വല എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതി പദം. ഇൽ എന്ന് പറയുന്നത് എന്താണ്? പ്രത്യയം. ഇവ രണ്ടും കൂടിയാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? വലയിൽ. അപ്പം അവിടെ എന്ത് സംഭവിച്ചു? പദമധ്യസന്ധി എന്ത് സംഭവിച്ചു? ഇനി അടുത്തൊരു ഉദാഹരണം നോക്കുകയാണ്. ദമ്പതി പ്ലസ് മാർ, നമുക്ക് എന്ത് കിട്ടും? ദമ്പതി എന്നത് എന്താണ്? ദമ്പതി നമുക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം ദമ്പതി എന്താണ്? ഭാര്യ ഭർത്താക്കന്മാരെയാണ് നമ്മൾ ദമ്പതി എന്ന് പറയുന്നത്. അവയ്ക്ക് നമുക്കൊരു പ്രത്യയം നമ്മൾ കൂട്ടിച്ചേർത്തു, മാർ എന്ന്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ദമ്പതി മാർ. ഇതാണ് പദമധ്യസന്ധി എന്ന് പറയുന്നത്. പിന്നെ കുട്ടി പ്ലസ് ഗൾ, കുട്ടികൾ. തല പ്ലസ് ഉടേ, തലയുടെ. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ പദമധ്യസന്ധി എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇതിൽ രണ്ടാമത്തേതാണ് പദാന്തസന്ധി എന്ന് പറയുന്നത്. 2 പ്രകൃതി പദങ്ങൾ സന്ധി ചേരുന്നതാണ് പദാന്തസന്ധി എന്ന് പറയുന്നത്. 2 പ്രകൃതി പദങ്ങൾ, അതായത് 2 പ്രകൃതി പദങ്ങൾ, അതായത് ഒന്നല്ല 2 പ്രകൃതി പദങ്ങൾ കൂടിച്ചേരുന്നതിനെയാണ്, ചേർന്ന് ഉച്ചരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പദാന്തസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് നോക്കാം? തീക്കനൽ എന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ എത്ര പ്രകൃതി പദങ്ങളുണ്ട്? തീ പ്ലസ് കനൽ. രണ്ട് പ്രകൃതി പദങ്ങൾ വന്നില്ലേ? അപ്പം നമുക്ക് അടുത്ത് നോക്കാം. പൂ പ്ലസ് കാലം. അവിടെ പൂ എന്ന് പറയുന്നത് ഒരു പ്രകൃതി പദമാണ്. കാലം എന്ന് പറയുന്നതും ഒരു പ്രകൃതിയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പൂക്കാലം. ഇനി നെൽ പ്ലസ് മണി. നെല്ല് എന്ന് പറയുന്നത് ഒരു പ്രകൃതിയാണ്, മണി എന്ന് പറയുന്നത് ഒരു പ്രകൃതിയാണ്. അപ്പോൾ നമുക്ക് മണി എന്ന് കേൾക്കുമ്പോഴും നെല്ലെന്ന് കേൾക്കുമ്പോഴും നമുക്ക് അർത്ഥങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അവ പ്രകൃതി പദങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നെന്മണി. ഇവ കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നെന്മണി. അപ്പോൾ
അടുത്തത് എന്താണ്? മൂന്നാമത്തേത് ഉഭയസന്ധി. ഉഭയസന്ധി എന്നാൽ എന്താണ്? പദാന്ത സന്ധിയും പദമധ്യസന്ധിയും ഒരുമിച്ച് വരുന്നതാണ് ഉഭയസന്ധി. ഇത് നമുക്ക് പേടിക്കാനൊന്നുമില്ല. പദാന്ത സന്ധി, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതാണ് പദാന്ത സന്ധി. അതായത് പദാന്ത സന്ധിയിൽ എന്തൊക്കെ വരുന്നുണ്ട്? പ്രകൃതിയും പ്രത്യയവും വരുന്നുണ്ട്. പദമധ്യസന്ധിയിൽ എന്തൊക്കെ വരുന്നുണ്ട്? 2 പ്രകൃതിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഇവ രണ്ടും ഒരുമിച്ച് വരുന്നതാണ് എന്താണ്? ഉഭയസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കാം. കുളി എന്ന് പറയുന്നത് പ്രകൃതിയാണ്, കടവ് എന്ന് പറയുന്നത് പ്രകൃതിയാണ്, എന്ന് പറയുന്നത് പ്രത്യയമാണ്. ഇവ മൂന്നും കൂട്ടിയാൽ എന്താണ്? കുളിക്കടവിൽ. ഇങ്ങനെ കൂടിച്ചേരുന്നത് കുളി പ്ലസ് കടവ് പ്ലസ് ഇവ കൂടിച്ചേർന്നതാണ് എന്താണ്? ഉഭയസന്ധി എന്ന് പറയുന്നത്. സന്ധി കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം നാം പഠിച്ചു. 2ഉം 3ഉം വേറെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങൾ ഫ്രണ്ട്സ് അതുപോലെ തന്നെ മറ്റെല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇനിയും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് വരും. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ ആ വീഡിയോ ഞാൻ ചെയ്യാൻ നോക്കുന്നതാണ്. താങ്ക് യു.